നിലാക്കീറിലേക്ക് സ്വാഗതം. മലമുകളിലെ ഒരു ആശ്രമത്തിൽ പ്രായം ചെന്ന കുറച്ച് സന്യാസിമാരായിരുന്നു താമസിച്ചിരുന്നത്. ദൈവത്തെ കാണണം എന്നത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. തീവ്രമായ അഭിലാഷത്തോടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തെ കണ്ടതിന് ശേഷം മാത്രമേ തങ്ങൾ മരണപ്പെടൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം പോലും. അങ്ങനെയിരിക്കെ ആശ്രമശ്രേഷ്ഠന് ഒരു സ്വപ്നദർശനമുണ്ടായി. പിറ്റേ ദിവസം ദൈവം തങ്ങളെ സന്ദർശിക്കും എന്നതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഈ വാർത്ത സന്യാസിമാരെ അത്യധികം ആഹ്ലാദിപ്പിച്ചു. അവർ ദൈവത്തെ സ്വീകരിക്കാൻ എല്ലാ വിധത്തിലും ഒരുങ്ങി എന്ന് മാത്രമല്ല, അതിനുശേഷം മരിക്കാനും അവർ സന്നദ്ധരായി കാത്തിരുന്നു. പിറ്റേന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ നേരത്ത് ഒരു ചെറിയ കുട്ടി അവർക്ക് മുമ്പിലെത്തിയിട്ട് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു. വലിയ ഇടിമുഴക്കത്തിൻ്റെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെയും നടുവിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തെ കാത്തിരുന്ന സന്യാസിമാർക്ക് ഇതാണോ ദൈവം എന്ന ചോദ്യത്തോടൊപ്പം വല്ലാത്ത നിരാശയും തോന്നി. കാരണം അവരുടെ അഭിപ്രായത്തിൽ ദൈവം കുറച്ചുകൂടി സങ്കീർണമായ, അസാധാരണമായ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ദൈവമാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് ആയില്ല. എന്നാൽ സന്ദർശകനായി അവിടെ എത്തിയ മറ്റൊരാൾക്ക് അത് കണ്ടപ്പോൾ വിശ്വാസക്കുറവൊന്നും തോന്നിയില്ല. തന്നോടൊപ്പം വീട്ടിലേക്ക് വരുമോ എന്ന് അയാൾ ദൈവത്തോട് ചോദിച്ചു. ദൈവം അയാൾക്കൊപ്പം പോയി. സന്യാസിമാർ വീണ്ടും ദൈവത്തെ കാണാനുള്ള തീവ്രമായ അഭിലാഷത്തോടെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. കഥയിലെ സന്യാസിമാരെ പോലെ സ്വന്തം സങ്കല്പത്തിലുള്ള ദൈവത്തെ കാത്തിരിക്കുകയും മുമ്പിൽ പ്രത്യക്ഷനായവനെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്ത കുറച്ചു മനുഷ്യരെ സുവിശേഷത്തിൽ കാണാം. ആ സുവിശേഷത്തിലെ സന്ദർഭം ഇതാണ്. 5 അപ്പത്തിൻ്റെ അതിശയത്തിനു ശേഷം യേശു നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറയുന്നത്. ഇത് കേട്ട യഹൂദർക്ക് ആ പറച്ചിൽ ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. യഹൂദർക്കെന്നല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് പോലും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം കഠിനമായിരുന്നു എന്നത് ഒരു വാസ്തവമാണ്. മാത്രമല്ല, പിന്നീട് അവരിൽ ചിലർ അവനെ വിട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യേശു സ്വർഗത്തിൽ നിന്നുള്ള അപ്പമായി തന്നെ വെളിപ്പെടുത്തുന്നു എന്നതിനേക്കാൾ അവർ നേരിട്ട വലിയ ബുദ്ധിമുട്ട് യേശു ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനാണ് എന്നതായിരുന്നു. ഒരു ദൈവശാസ്ത്രപരമായ പ്രശ്നം എന്നതിനേക്കാൾ അവരെ അലോസരപ്പെടുത്തിയത് സാമൂഹികമായ ചില പരിഗണനകളായിരുന്നു എന്ന് സാരം. വെറും ഒരു തച്ചൻ്റെ മകൻ ഇങ്ങനെ പറയുന്നത് എങ്ങനെ എന്നതായിരുന്നു അവരുടെ ചോദ്യം. കാരണം യേശു അവർക്ക് വളരെ സാധാരണമായ, വെറും ഒരു സാധാരണക്കാരനായിരുന്നു. അസാധാരണമായ കാഴ്ചകളിലായിരിക്കും സ്വർഗീയമായതൊക്കെയും വെളിപ്പെടുന്നത് എന്ന് കരുതിയതുകൊണ്ട് യേശു പറഞ്ഞ കാര്യം അവർക്ക് ഉള്ളിലേക്കെടുക്കാനായില്ല. കാരണം അവരെ സംബന്ധിച്ച് ദൈവം അത്ര ലളിതമാകാൻ പാടില്ലായിരുന്നു. ദൈവത്തെക്കുറിച്ച് നമുക്കും ചില ധാരണകളൊക്കെയുണ്ട്. ആ രീതിയിലൊക്കെ പ്രത്യക്ഷപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് മതിപ്പ് തോന്നുക. എന്നാൽ തീരെ നിസ്സാരമായ രീതികളിൽ വെളിപ്പെട്ടുകൊണ്ട് ദൈവം അടിക്കടി നമ്മളെ നിരാശപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ര ദൈവികമല്ല എന്നതാണ് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള പ്രധാന പരാതി. ഭൂമിയിലൊന്നും ചെയ്യാനാവാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന് സന്തോഷ് ജോർജിനെ പോലെ ചോദിക്കുമ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്ത ദൈവത്തെ നോക്കി ദൈവമേ നീ അത്ര പോരാട്ടാ എന്ന് നമ്മൾ പറയാതെ പറയുന്നുണ്ട്. നമ്മുടെ സങ്കല്പത്തിനും പ്രതീക്ഷകൾക്കും ഒത്ത രീതിയിലല്ല അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നത് എന്നതാണ് നമ്മുടെ പ്രശ്നം. ശരിക്കു പറഞ്ഞാൽ ദൈവത്തിലുള്ള അവിശ്വാസമല്ല, ചില മുൻവിധികളുടെ മറയിലൂടെ നോക്കുന്നതുകൊണ്ട് അവിടുത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല എന്നേയുള്ളൂ. എന്താണെങ്കിലും യേശുവിൽ വെളിപ്പെടുന്ന ദൈവമുഖം തീർത്തും നിസ്സാരതയുള്ളതായിരുന്നു. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിട്ടും മനുഷ്യരാൽ സംരക്ഷിക്കപ്പെടാനും കൊല്ലപ്പെടാനുമൊക്കെ കഴിയും വിധം അവൻ്റെ ജീവിതം
അത്രമേൽ സാധാരണമായിരുന്നു. ഇതാണോ ദൈവം എന്ന് പുച്ഛിക്കപ്പെടാനുള്ള കാരണങ്ങളും യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ശക്തിക്കും തനിമയ്ക്കും മുന്നിൽ അതിശയിക്കുമ്പോഴും പിറന്ന ഇടം, അപ്പനമ്മമാർ, ചങ്ങാതികൾ, അവൻ്റെ പിന്നാലെ നടന്നവർ തുടങ്ങിയ കാരണങ്ങളുടെ പേരിൽ യേശുവിനെ അംഗീകരിക്കാനോ ആദരിക്കാനോ അവനിലൂടെ പെയ്ത കൃപയുടെ മഴ നനയാനോ യേശുവിൻ്റെ സമകാലികരിൽ പലർക്കും കഴിയാതെ പോയി. യേശുവിനെ ചൂണ്ടിക്കാട്ടിയ സ്നാപക യോഹന്നാനു പോലും വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കേണ്ടി വന്നത് നിലനിൽക്കുന്ന പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി യേശു ജീവിച്ചതുകൊണ്ടാണ്. മനുഷ്യസങ്കല്പങ്ങളുടെ പരിധിക്ക് വെളിയിൽ നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ വലിയ പ്രതിസന്ധി എന്ന് പറയാം. യേശുവിൻ്റെ കാലത്തിൽ ജീവിച്ചവർ മാത്രമല്ല, യേശുവിനെ പരിഗണിക്കുമ്പോൾ ഇന്നും മനുഷ്യർ ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. ദിവ്യകാരുണ്യം ജീവൻ്റെ അപ്പമാണ്, അതിൽ യേശുവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത് ഉൾക്കൊള്ളാനാവാത്തതിൻ്റെ അസ്വസ്ഥത പലരും അനുഭവിക്കുന്നുണ്ട്. മനുഷ്യന് കൊല്ലാൻ കഴിയുന്നവനാണോ ദൈവമെന്ന് യേശുവിനെ നോക്കി ചോദിച്ചതുപോലെ മനുഷ്യന് തിന്നാൻ കഴിയുന്നവനാണോ ദൈവമെന്ന ചോദ്യവും ഇവിടെ തന്നെയുണ്ട്. അപ്പമാണോ ദൈവം എന്ന ചോദ്യത്തിന് മുമ്പിൽ അപ്പമാണ് ദൈവമെന്നല്ല, ദൈവം അപ്പവും കൂടിയാണ് എന്ന് പറയണം. ഇതാണോ ദൈവമെന്നല്ല, ദൈവം ഇതുമാത്രമല്ല എന്നതാണ് പറയാവുന്ന ശരിയായ മറുപടി. പറഞ്ഞു വന്നത്, ദൈവത്തെ നാം തേടുന്ന ഇടങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന രൂപവും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങളുമൊക്കെ ഏറെക്കുറെ യാഥാർത്ഥ്യത്തിൽ നിന്നും ഏറെ ദൂരെയാണ് എന്നുള്ളതാണ്. ദൈവം ഇങ്ങനെയാണ് എന്നൊരു കടുംപിടുത്തം ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെ ഓരോരുത്തരും കണ്ടെത്തിയ എൻ്റെ ദൈവങ്ങളുടെ ആധിക്യം മൂലമാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പേരിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നത്. എൻ്റെ സങ്കല്പത്തിലുള്ള ദൈവത്തിന് പകരം ശരിയായ ദൈവത്തെ നമുക്കിനിയെങ്കിലും തേടിത്തുടങ്ങണം. മുളംതണ്ടിൽ ഒളിപ്പിച്ചു വച്ച സംഗീതം പോലെ സകലത്തിലും സകലരിലും മറച്ചു വയ്ക്കപ്പെട്ട നിധിയുടെ പേരാണ് ദൈവം. എല്ലാറ്റിലും അവൻ ഉൾച്ചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ അവനെ കണ്ടുമുട്ടാനുള്ള വഴി കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടി ഏകാഗ്രമാക്കേണ്ടതുണ്ട്. ദൈവമൊരു കാറ്റുപോലെ, അവന് പ്രവേശിക്കാൻ വഴിവെട്ടേണ്ടതില്ല. ഞാനെന്ന വീടിൻ്റെ വാതായനങ്ങളും ജാലകങ്ങളും തുറന്നിട്ടാൽ മതിയാകും. പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് നീ എന്ന നിശബ്ദതയെ കേൾക്കണം, പരിമളത്തെ മണക്കണം, സ്വാദിനെ രുചിക്കണം, സാന്നിധ്യത്തെ തൊടണം, അനന്തതയെ കാണണം. അതിന് എന്നെ തുണയ്ക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.